രാവിലെ എണീറ്റ മുതൽ തന്നെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കാരണം നാട്ടിൽ പോകണമെന്നുള്ള ചിന്ത തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. 100 ഡേയ്സ് ഓഫ് ചലഞ്ച് ഉള്ളത് കാരണമാണ് അവിടെ പിടിച്ചു നിന്നത്. പക്ഷേ ഊബറിൻ്റെ ഓട്ടം മനസ്സിലായല്ലോ, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ എല്ലാ മൂഡ് ഓഫും പാടെ കൂടിയിട്ട് നാട്ടിലോട്ട് പോകാനുള്ള രീതിയിലായി. ലാസ്റ്റ് പോയത് ചെറിയ പെരുന്നാളിൻ്റെ ടൈമിലാണ്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ വൈഫിനെയും കുട്ടീനെയൊക്കെ കെട്ടിപ്പറക്കിയിട്ട് കുറച്ച് 2 ദിവസം നിൽക്കാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് നേരെ പോകും. വരുന്ന വഴിക്ക് അങ്കമാലിലേക്ക് എത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. അതൊക്കെ എന്നാൽ ഇനി തരുന്നതാണ്. പിന്നെ പാലം പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ രീതിയിൽ പോകും. അപ്പോൾ വരുന്ന വഴിക്ക് കൊരക്കെത്തിയ സമയത്ത് ഞാനൊരു പപ്സും വെള്ളം സർബത്തും കുടിച്ചു. വൈഫ് ഒരു ചട്ടിപ്പത്തിരിയും ഒരു ചായയും കുടിച്ചു. ഒരു ആവറേജ് ലെവലായിരുന്നു. എൻ്റെ പപ്സ് അത്യാവശ്യം തണുത്തിരുന്നു. ഞങ്ങൾ ഏറെക്കുറെ 11:30 സമയത്ത് അവിടെ എത്തിയായിരുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആയിപ്പോയി. പിന്നെ അങ്ങനെ പോന്നു. തൃശ്ശൂർ കഴിഞ്ഞു. തൃശ്ശൂരൊക്കെ വെള്ളം എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പിന്നെ നേരെ കുതിരാൻമല വഴി, തുരങ്കം വഴി, അങ്ങനെ ഇത് എപ്പോഴും കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. കാരണം ഇത് പണി നടക്കുന്ന സമയത്തൊക്കെ ഇത് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പം മുതലേ പണി തുടങ്ങിയൊരു സംഭവമാണ്. പക്ഷേ ഇത് ഇപ്പോഴാണ് കാണാനുള്ളൊരു യോഗം ഉണ്ടായിരുന്നു. ഇത് തുരങ്കം ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ ഞാൻ അന്നേ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഇതെപ്പോഴും ലാസ്റ്റ് ആ താജ്മഹലൊക്കെ കാണുന്ന മാതിരി ആ എൻഡിലൊരു വെളിച്ചം മാത്രമാണ്. അറ്റത്തേക്ക് എത്തുമ്പോൾ ഒരു ഫുള്ള് ക്ലാരിറ്റി ഉള്ളൊരു സെറ്റപ്പ്. അതൊക്കെ നല്ല ഇഷ്ടമാണ് കാണാൻ. പിന്നെ എപ്പോഴും ഇതിനെ തന്നെയാണ് കൂടുതലും വരിക. കാരണം തൃശ്ശൂർ വഴി ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ. അത് ഒരു നമ്മളെ പഴയന്നൂർ ഭാഗത്താണ് അതൊക്കെ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ വൈഫിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ചോറും മീൻകറിയും കൂട്ടി കഴിച്ച് നല്ലൊരു പെട്ടെന്ന് കൊഴുവ ഫ്രൈ ഉണ്ട്.